ഭർത്താവ് ഗൾഫിൽ നിന്ന് മുങ്ങിയത് കാരണം സൌദിയിൽ അനധികൃത താമസക്കാരായി കഴിയേണ്ടി വന്ന യുവതിയും കുഞ്ഞും ഭർത്താവിനെതിരെ നിയമയുദ്ധത്തിന് ഒരുങ്ങുന്നു. ജിദ്ദയിലുള്ള കുടുംബത്തെ തനിച്ചാക്കി ഭർത്താവ് നാട്ടിൽ വേറെ വിവാഹം ചെയ്തതായാണ് ആരോപണം. 3 വർഷം മുമ്പാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ രായങ്കണ്ടി ജസീലയെ കൊടുവള്ളി കിഴക്കോത്തുള്ള പൊയിലിൽ മുനീർ വിവാഹം ചെയ്തത്. ജിദ്ദയിൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ജസീലയുടെയും സൌദിയിലെ മഖ്വയിൽ ജോലി ചെയ്യുന്ന മുനീറിന്റെയും നിക്കാഹ് ജിദ്ദയിൽ വെച്ച് തന്നെയായിരുന്നു. 1 വർഷത്തോളം ഒരുമിച്ച് നിന്ന ശേഷം ജസീലയ്ക്ക് ഒരു കുഞ്ഞിനെയും നൽകി മുനീർ നാടുവിട്ടു. ജസീലയുടെ 75 പവനോളം ആഭരണങ്ങളും 12,000 സൌദി റിയാലുമായി 2 വർഷം മുമ്പ് നാട്ടിലേക്ക് കയറിയ മുനീർ അവിടെ മറ്റൊരു വിവാഹം ചെയ്ത് ജീവിക്കുകയാണെന്ന് ജസീലയും പിതാവ് അഹമ്മദും പരാതിപ്പെടുന്നു. ഇപ്പൊ 2 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളുടെ കൂടെ ഇനി ഇങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്നാണ് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കുട്ടിക്ക് 3 മാസമുള്ളവരെ ആണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊരു ഉടുപ്പോ ഇതിന് വേണ്ട മറ്റു കാര്യങ്ങളൊന്നും അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെയാണ് പെട്ടെന്ന് എങ്ങോട്ടാണ്, നാട്ടിലേക്കാണോ എങ്ങോട്ടൊന്നും പറയാതെ പെട്ടെന്നാണ് ഇവിടെയുള്ള എല്ലാ രേഖകളും എല്ലാ സാധനങ്ങളും സ്വർണവും മഹറും പൈസ എല്ലാം അടക്കം ഇവിടുന്ന് പോയത്. ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നത്? എന്റെ ഉപ്പയും ഉമ്മയും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുക? ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ആൾക്ക് വേറൊരു ഭാര്യനൊക്കെ കല്യാണം കഴിച്ചിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 12 വർഷമായി നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ സൌദിയിൽ തന്നെ കഴിയുന്ന ജസീലക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ സ്പോൺസറായ ഭർത്താവ് മുനീർ രേഖകൾ ശരിപ്പെടുത്തി കൊടുക്കണം. നിലവിൽ വിസയുടെ കാലാവധി തീർന്ന ജസീലയും കുഞ്ഞും സൌദിയിൽ അനധികൃത താമസക്കാരാണ്. പണവും ആഭരണങ്ങളും തിരിച്ചു കിട്ടാനും നാട്ടിലേക്ക് പോകാനുള്ള രേഖകൾ ലഭിക്കാനുമുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിലും കേരളത്തിലെ ഭരണാധികാരികൾക്കും മറ്റും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഈ യുവതിയും കുഞ്ഞും. ക്യാമറമാൻ സാലി ഇരുമ്പിയോടൊപ്പം ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.